ഓരോ കാലത്തും ഓരോ വാഹന സങ്കല്പങ്ങളാണ്. കുറേ നാൾ ആളുകൾ ഹാച്ച് ബാക്കിൻ്റെ പുറകെയായിരുന്നു, പിന്നെ അത് സെഡാനിലേക്ക് മാറി. ഇപ്പോൾ ഇന്ത്യയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് കറൻ്റ്ലി SUV എന്ന് പറയുന്ന സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും മാറാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യയിൽ പുതിയതായിട്ട് ഒരു സെഗ്മെൻറ്റൂടെ വരുവാണ്. SUV കൂപ്പെ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ്. കൂപ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലത്തെ ഭാഗം ചെരിഞ്ഞ് ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരുന്ന ഡിസൈനാണ് കൂപ്പെ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ കൂപ്പെ ആദ്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് സിട്രോയിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ ബസാൾട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ ഫോളോ ആയിട്ടില്ല, തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. 1 ലക്ഷം ആകാനായിട്ട് ഇനി 12,500 സബ്സ്ക്രൈബേഴ്സ് മതി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജസും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. സോ അഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. ആദ്യമായിട്ട് കൂപ്പെ ഡിസൈൻ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഒരു വാഹനം നിങ്ങൾ ഫ്രെയിമിൽ കാണുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനിലുള്ളൊരു വാഹനമാണ്. കാരണം ഇത്ര സ്ലോപ്പി ആയിട്ടുള്ള റൂഫ്സ് നമ്മൾ പൊതുവേ കാണുന്നത് ലംബോർഗിനി ഉറൂസ് പോലുള്ള വാഹനങ്ങളിലാണ് ഇതുപോലെ സ്ലോപ്പി ആയിട്ടുള്ള റൂഫ്സ് നമ്മൾ കാണുന്നത്. അതായത് സ്പോർട്സ് വാഹനങ്ങളാണ് പൊതുവേ ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ കൂപ്പെ ഡിസൈൻ അവലംബിക്കുന്നത്. അപ്പോൾ ആ ഡിസൈൻ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ മനോഹരത എന്ന് പറയുന്നത് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിലേക്ക് ഒഴുകിയിറങ്ങുന്ന ആ ഭംഗിയുള്ള ഡിസൈൻ, അതിനെയാണ് കൂപ്പെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൂപ്പെ ഡിസൈൻ ഇറക്കുന്നത് സിട്രോയിൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇവരുടെ ബസാൾട്ട് എന്ന് പറഞ്ഞ വാഹനത്തിനാണ് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെയായിരുന്നു നമ്മുടെ ടാറ്റയുടെ കേർവിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റയുടെ കേർവും SUV കൂപ്പെ വകഭേദത്തിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് SUV കൂപ്പെ അവതരിപ്പിച്ചുകൊണ്ട് സിട്രോയിൻ്റെ ബസാൾട്ട് ഷോറൂമുകൾ വന്നെത്തിയിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് ഈ ബസാൾട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ബസാൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പേരെന്താണെന്ന് ആദ്യം നോക്കാം. അതായത് ഈ വോൾക്കാനിക് ആയിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ലാവ, ഒലിച്ചെഴുങ്ങുന്ന ആ ഒരു ലാവ, ആ ലാവ തണുത്ത് കഴിയുമ്പോൾ ഒരു കല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ കല്ലിനെയാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ തീയിൽ കുരുത്തവൻ അല്ലെങ്കിൽ തീയിൽ കുരുത്ത ഒരു വാഹനം എന്നുള്ള രീതിയിലാണ് ബസാൾട്ടിനെ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ബസാൾട്ടിൻ്റെ ഒറ്റ ലുക്കിൽ നമ്മൾ പറയണം, ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള C3 അല്ലെങ്കിൽ C3 എയർ ക്രൂസ് ഈ വാഹനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഫ്രണ്ട് അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം വലിയ ബോണറ്റ് ഹുഡ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിനകത്ത് നമുക്ക് കട്ടുകൾ നമുക്കവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഈ ഒരു സിട്രോണിൻ്റെ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. സിട്രോണിൻ്റെ ലോഗോ എന്ന് പറയുന്ന ഷിവറോൺസ് ആണ്. ഗിയർ ലിവറിനകത്തുള്ള പല്ലുകളെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗിയർ ലിവറിൻ്റെ ഷിവറോൺസ് ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്രോമിയത്തിൻ്റെ എലമെൻറ്റ്സ് പോലെ 2 ലൈൻസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇനി എടുത്തു പറയുന്നത് ഹെഡ് ലാംപ്സ് ആണ്. ഇതിന് മുമ്പ് നമ്മൾ C3 എയർ ക്രോസിലേക്ക് വരുന്ന സമയത്ത് ഹാലജൻ ലൈറ്റ്സ് ആയിരുന്നെങ്കിൽ ഇത് LED ഹെഡ് ലാംപ്സിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ വേറൊരു 2 ഷേപ്പിൽ, അതായത് ഇത് രണ്ടും DRLൻ്റെ പൊസിഷനാണ്. അപ്പോൾ ഒരു V ഷേപ്പിൽ വരുന്ന ഒരു DRL പൊസിഷൻസും അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് വലിയ ഗ്രിൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഈ പറയുന്ന എയർ ക്രൂസിൽ വരുന്ന സമയത്ത് C3 എയർ ക്രൂസിൽ കണ്ടതാണ്. അതും സ്ലോട്ടഡ് ആയിട്ട് വരുന്ന ഗ്രിൽസ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ഏറ്റവും താഴോട്ട് വരുന്ന സമയത്ത് ഒരു ഫോഗ് ലാമ്പിൻ്റെ അസിസ്റ്റൻസും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഏറെക്കുറെ C3 എയർ ക്രൂസിൻ്റെ അതേ ലുക്കുകൾ തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയൊക്കെ വരുന്നത് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ചയിലാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിൽ നിന്നുള്ള ടയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. വലിയ വീൽ ആർച്ചും അതിൻ്റെ ക്ലാഡിങ്ങും നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ടയേഴ്സിലേക്ക് വരുന്ന സമയത്ത് 205 60 R16 ആണ് ടയേഴ്സ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഡയമണ്ട് കട്ടായിട്ട് വരുന്ന അലോയ് വീൽസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷനെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, വേൾഡിൽ തന്നെ റോൾസ് റോയ്സ് പോലുള്ള ബ്രാൻഡുകൾക്ക് സസ്പെൻഷൻ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സിട്രോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മാജിക് കാർപ്പറ്റ് സസ്പെൻഷൻ അല്ലെങ്കിൽ മാജിക് കാർപ്പറ്റ് എഫക്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് പറക്കുന്ന പരവതാനി എഫക്റ്റ് തരുന്ന സസ്പെൻഷൻസ് ആണ് ഈ വാഹനത്തിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്ഫേഴ്സൻ്റെ സെറ്റും കോയിൽ സ്പ്രിംഗ് ആണ് സ്പെഷ്യലി ട്യൂൺ ഫോർ സിട്രോയിൻ എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇനി വാഹനത്തിൻ്റെ മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ മിറേഴ്സ് ഒന്നും ഓട്ടോ ഫോൾഡബിൾ ആയിരുന്നില്ല. ഈ മിറേഴ്സ് ഒക്കെ ഓട്ടോ ഫോൾഡബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഡോർ ഹാൻഡിൽസിലേക്ക് വരുന്ന സമയത്ത് നോർമലായിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസ് ആണ്, റിക്ക് സെൻസറിൽ. നമുക്ക് ഈ വാഹനം നമുക്ക് പൊതുവെ കിട്ടുന്നത് 2 വേരിയൻസിലാണ്, 2 എഞ്ചിൻ ഓപ്ഷൻസാണ്. അതിലേക്ക് ഞാൻ പറഞ്ഞു വരാം. അതുപോലെ പല വേരിയൻസും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത് കാരണം നമ്മൾ ഇതിൻ്റെ ഒരു വാക്ക് റൗണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇന്ന് ഓൾ ഇന്ത്യയിൽ നടക്കുന്ന ഈ പറയുന്ന ഡ്രൈവ് ഇവൻറ്റ്സ് വരാൻ പോകുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഡ്രൈവിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളോട് പറയുകയൊക്കെ നിങ്ങളോട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് വാഹനങ്ങളുടെ മറ്റുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ പറയാം. ഇന്ന് നമുക്ക് ഓവറോൾ ആയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ A പില്ലറും B പില്ലറും നമുക്ക് കാണാം. ഗ്ലാസ് ഏരിയ കുറച്ച് കുറവാണ്, എന്നാൽ വളരെ ഭംഗിയാണ്. ഈ ഡിസൈൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷാർപ്പിൻ ആൻഡ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു
ഇതൊരു ഡ്യുവൽ ടോണിൽ വരുവാണ്. റൂഫ് എല്ലാം ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് ഒഴുകി ഇറങ്ങി വരുന്ന രീതിയിലുള്ള ഡിസൈനിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ എൻഡിൽ ഇവിടെ ഒരു റെഡ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വശത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് പോകുമ്പം ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെയിൽ ലാമ്പുകളാണ്. ടെയിൽ ലാമ്പുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3D എലമെൻറ്റിൽ വരുന്ന ഒരു ടെയിൽ ലാമ്പുകളാണ്. കാരണം പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കട്ടുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടേ ഒരു എയർ കട്ടിംഗ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് വരുന്നത്. ഒരു 3D എഫക്റ്റിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പം അതും വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ഈ ഒരു കൂപ്പെ ഡിസൈൻ്റെ ആ ഒരു ചെരിവ്, അതായത് നമ്മളിത് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്താണെങ്കിലും കണ്ടോ അതിന് ഹിഞ്ചസ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ഒഴുകി ഇറങ്ങി വരുന്ന രീതിയിലാണ്. അത് എയറോ ഡൈനാമിക്കലായിട്ടുള്ള ഡിസൈനാണ്. എയർ ഇങ്ങനെ കയറി ഒഴുകി ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഹൈ സ്പീഡ്സിലൊക്കെ പോകാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഷാർഫിൻ ആനിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡീഫോഗറുള്ള ഗ്ലാസസ് നമുക്കിവിടെ കാണാം. സിട്രോൻ്റെ ലോഗോ അതുപോലെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ബസാൾട്ട് എന്നുള്ള ഒരു വാഹനത്തിൻ്റെ പേര് അവിടെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനകത്ത് പ്യോടെക് എന്ന് പറഞ്ഞ എഞ്ചിനാണ് വരുന്നത്. അതായത് 2 ടൈപ്പ് ഓഫ് എഞ്ചിനുണ്ട്. അതായത് ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന എഞ്ചിനുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 1.2 ലിറ്റർ ടോബോ ഉണ്ട്. അത് ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ഹുഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് കുറച്ചുകൂടെ ഇതിൻ്റെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള വാഹനങ്ങൾ ഒന്നാണിത്. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് 470 ലിറ്ററിൻ്റെ വലിയ ബൂട്ട് സ്പേസ് ആണ് ഇരിക്കുന്നത്. ഒരു 2-3 ആൾക്കാർക്ക് കയറിയിരിക്കാൻ പാകത്തിലുള്ള വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴോട്ട് വരുന്ന സമയത്ത് സ്പെയർ വീല് നമുക്കവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാനായിട്ട് വിട്ടു. നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് നോക്കാം. ഡയമെൻഷനിലേക്ക് വരുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4352 സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ 2651 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും എടുത്ത് ശ്രദ്ധേയമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 200 മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നൊരു വാഹനമാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും ഇത് പൊതുവേ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒബ്സ്റ്റക്കിൾസ്, പ്രത്യേകിച്ച് നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത്, ഓഫ് റോഡ് പോകുന്ന ഒരു വാഹനമാണെന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ അടി തട്ടാനുള്ള ചാൻസസ് കുറവാണ്. നമുക്കിനി വാഹനത്തിൻ്റെ അകത്തേക്ക് പോകാം. നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അകത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്കുണ്ടോ വെള്ള ഫാബ്രിക്കിലായിട്ട് വരുന്ന സീറ്റ്സ് ആണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഭാഗങ്ങളാണ്. അതായത് ഈ പറയുന്ന പ്ലാസ്റ്റിക് പാർട്സ് ഒക്കെ നമുക്ക് ഉള്ളതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഡോറിൽ നിന്ന് നമുക്ക് പറഞ്ഞു വരാം. ഡോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് ഡോർസ് വന്നിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ സ്പീക്കേഴ്സ് നമുക്ക് കാണാം. ഇതിനകത്ത് വരുന്ന 4 സ്പീക്കറുകളും 2 ട്യൂട്ടറുകളുമാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും C3 അകത്തുള്ള അല്ലെങ്കിൽ C3 എയർ ക്രോസിനകത്തുള്ള അതേ ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ച് ആഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണെന്ന് അകത്ത് കയറുന്നതിന് ശേഷം സംസാരിക്കാം. ഏറ്റവും പുതിയ ബസാൾട്ടിൻ്റെ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കീ വെച്ച് പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ഒരു നോർമൽ കീ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അതൊരു ഫ്ലിപ്പ് കീയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടത്. നമുക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അത് മുതലേ ഉള്ള മാറ്റങ്ങൾ ഈ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സിട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1919 മുതലുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം 104 വർഷമായി. ഏകദേശം വേൾഡിൽ 101 രാജ്യങ്ങളുണ്ട്. 50 മില്യൺ വാഹനങ്ങൾ അവർ വിറ്റ് കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്, സിട്രോണിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നോർമലി നമ്മുടെ ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് ബ്രാൻഡ്സിനകത്ത് ഒരുപാട് ഗിമിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അത്രയും ഗിമിക്കലായിട്ടുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നില്ല. കാരണം അവർ ഇവരുടെ ഒരു ഫാഷൻ സെൻസ് തന്നെ ഡിഫറെൻ്റ് ആണ്. കാരണം ലോകത്തെ ഫാഷൻ അല്ലെങ്കിൽ ഫാഷൻ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതാണ് ഫാഷൻ കൊണ്ടുവരുന്നതാണെങ്കിലും പാരീസാണ്. അപ്പം ഫ്രഞ്ച് ആയിട്ട് വരുന്നൊരു വാഹന നിർമ്മാതാക്കളാണ് ഇവർ. അപ്പോൾ ഇവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നത്. ഇവർ കൂടുതലായിട്ട് റിലയബിലിറ്റിയും ട്രസ്റ്റും ഒക്കെയാണ് വാഹനത്തിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ നോക്കാം. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണ്. ഡീകട്ട് ആണ് വരുന്നത്. സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഈ വാഹനത്തിന് ഉള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും മറ്റു ക്ലസ്റ്റേഴ്സൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് താക്കോലിട്ട് നമുക്ക് വാഹനം ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. അപ്പം ജസ്റ്റ് ക്ലസ്റ്ററൊക്കെ ഒന്ന് ഓണായി വരുവാണ്. അപ്പം ഇവിടെ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീൻ അവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു 7 ഇഞ്ചിൻ്റെ സ്ക്രീനുണ്ട്. ഇതിനകത്ത് TPMS പോലുള്ള സംവിധാനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഓൾറെഡി നമുക്ക് ഈ സിട്രോണിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഏകദേശം 40ഓളം ഫീച്ചേഴ്സ് അവിടെ വർക്ക് ആവും. അത് കൂടാതെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ നമുക്ക് കണക്ട് ചെയ്യാം, വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വെൻറ്റുകൾ നിങ്ങൾ ഓൾറെഡി C3 എയർ ക്രോസിൽ നിങ്ങൾ കണ്ടിട്ടുള്ള അതേ AC വെൻറ്റുകളാണ്. ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന AC കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഓട്ടോ ആയിട്ട് നമുക്കിപ്പം ഒരു ഫാനും കാര്യങ്ങളൊക്കെ ഓണാക്കി നോക്കാം.
ഓക്കെ, അതുപോലെ നമുക്ക് ഇതിന് ടെമ്പറേച്ചർ വളരെ തണുപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കണ്ടോ, 14 ഡിഗ്രിക്ക് താഴെ ഇതിന് തണുപ്പ് കൊണ്ടുവരാൻ പറ്റും. സാധാരണ എ സിക്കൊക്കെ 17 ഡിഗ്രിക്ക് അല്ലേ. ഇതിൽ വളരെ കൂളറായിട്ട് നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിനെ തണുപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ എ സിയുടെ വെന്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ ഇതാ ഒരു ചെറിയ ഒരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഈ റൂഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു മിറേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് മാനുവലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് റീഡിംഗ് ലാംപ്സ് നമുക്ക് ഇവിടെ കാണാം. സൺവൈസേഴ്സ് ഇവിടെ രണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആൻറ്റി മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിനകത്ത് ഒരു സൺറൂഫ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി ടോപ്പ് എൻഡ് അടുത്ത വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് സൺറൂഫ് വരാനുള്ള ചാൻസസ് കുറവാണ്. കാരണം വെച്ചാൽ ഒരു കൂപ്പേ ഡിസൈൻ ആകുമ്പോൾ ആ റൂഫിലേക്ക് ഇത് ഇറങ്ങി വരാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിനകത്ത് സൺറൂഫ് ഒഴിവാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെതറേറ്റ് ആയിട്ട് വരുന്ന സീറ്റുകളാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീറ്റുകളാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് സീറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ബാക്കിലേക്കൊക്കെ വരുന്ന സമയത്ത് തൈ സപ്പോർട്ട് കൂടുതൽ കിട്ടാനുള്ള സംവിധാനമുണ്ട്. ഈ വാഹനത്തിനകത്ത് ഈ വേരിയൻറ്റിനകത്ത് അത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സീറ്റ്സിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. എല്ലാം മാനുവലിയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിനെ സംബന്ധിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്കൊരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള വരുന്ന എഞ്ചിനാണ്. 1.2 ലിറ്റർ ടർബോ വരുന്ന എഞ്ചിനുണ്ട്. അപ്പം അതിനകത്ത് നാച്ചുറലി ആസ്പിറേറ്റഡിനകത്ത് വരുന്നതിനകത്ത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ നമുക്ക് ടർബോ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടറായിട്ട് വരുന്ന ഗിയർ ബോക്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് നിലവിലുള്ളതെന്ന് പറയുന്നത് ഒരു 6 സ്പീഡായിട്ട് വരുന്ന ഒരു മാനുവൽ ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിലേക്ക് ഒന്ന് കിടക്കാം. ഒരു കൂപ്പേ ഡിസൈനിലേക്ക് വാഹനം മാറ്റുമ്പോൾ എല്ലാവരും ഒരു ചിന്ത ചെയ്തു പറഞ്ഞാൽ തല മണ്ടയിൽ തട്ടുമോ എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം 170 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണ്. എനിക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതായത് 6 അടിയുള്ള ആൾക്കാണെങ്കിലും തല തട്ടാനുള്ള ചാൻസസ് ഇല്ല. അപ്പം കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് പുറകിൽ സ്പേസ് ഇല്ല എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. പിന്നെ അത്യാവശ്യം നല്ല ഒരു ലെഗ് സ്പേസും ലെഗ് റൂമും ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ഈ പറയുന്ന പോലെ സീറ്റ്സ് ഒക്കെ ആണെങ്കിൽ ലെതറേറ്റ് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിയുടെ വെൻറ്റുകൾ പുറകിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു വാഹനത്തിനകത്ത് അതായത് C3യിലേക്ക് വരുന്ന സമയത്ത് ബാക്കിൽ AC വെൻസ് ഇല്ല, AC വെൻറ്റുകളും ഉണ്ട്. അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഈ ഡ്രൈവേഴ്സിനുള്ളൊരു ആംബ്രസ്റ്റ് ഉണ്ട് കേട്ടോ. നേരത്തെ ആംബ്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും പുതിയ ഡിസൈനിൽ വന്ന ഒരു ആംബ്രസ്റ്റ് ആണ്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അനക്കാൻ പറ്റുന്ന ഒരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ അവിടെ ഇരുന്നപ്പം പറയേണ്ടതായിരുന്നു, വിട്ടുപോയതാണ്. പിന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള തൈ സീറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ സീറ്റ് കുറച്ചുകൂടെ മുകളിലോട്ട് പൊക്കാൻ പറ്റുന്ന രീതിയിലുള്ള 3 ലെവലിൽ എന്തോ പൊക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലാപ്പ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കൂടുതൽ തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ 3 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഹെഡ് റെസ്റ്റുകളുണ്ട്. 2 ഹെഡ് റെസ്റ്റുകൾ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ നമുക്കിവിടെ ഒരു ആംബ്രസ്റ്റ് ഈ ഒരു വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം പുതിയൊരു വാഹനം ആയതുകൊണ്ട് കവേഴ്സൊക്കെ അതിനകത്ത് ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഫോണും നമുക്ക് ഇങ്ങനെ കുത്തനെ നിർത്താനുള്ള ഒരു സംവിധാനമാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ ബാക്കിലുള്ള സീറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗുകളുടെ സേഫ്റ്റിയാണ് വാഹനത്തിനകത്തുള്ളത്. അത് കൂടാതെ ABS, EBD, അതുപോലെ ട്രാക്ഷൻ കൺട്രോളുകൾ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ശേഷം സംസാരിക്കാം. 1.2 ലിറ്റർ ടർബോ വരുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. സാധാരണ വ്യത്യസ്തമായിട്ട് ഈ റൈറ്റ് സൈഡിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ബോണറ്റ് ഹുഡ് ഹോൾഡ് ചെയ്യുന്ന ലിവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നമുക്ക് നോക്കാം. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 82 PS-ഉം 115 Nm ടോർക്കുമാണ് ഈ വാഹനം ഡെലിവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുവാണെങ്കിൽ 110 PS ആണ് വരുന്നത്. അതുപോലെ തന്നെ 190 Nm ടോർക്കുണ്ട് മാനുവലിലേക്ക് വരുന്ന സമയത്ത്. അതേപോലെ തന്നെ AT-യിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വരുമ്പോൾ 205 Nm ടോർക്കും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മൈലേജ് ഫിഗേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയറയുടെ സർട്ടിഫിക്കേഷൻ വെച്ച് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആണെങ്കിൽ 18 കിലോമീറ്റർ ആണ് ലിറ്ററിന് കിട്ടുന്നത്. പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാനത് പറയാനായിട്ട് വിട്ടുപോയി. അതേപോലെ തന്നെ നമുക്ക് ഇതൊരു ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് 19 കിലോമീറ്റേഴ്സ് ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള വലിയൊരു വാഹനമാകുന്നതുകൊണ്ട് ശരാശരി എങ്ങനെ പോയാലും ഒരു 15-16 ഒക്കെ ആയിരിക്കും ഓൺ റോഡ് കിട്ടാനുള്ള ഒരു ചാൻസസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ കൂപ്പേ ഡിസൈനിൽ വരുന്ന വാഹനത്തിൻ്റെ വിലയെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വേഗത്തിൽപ്പെടേണ്ട. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വില ഒഫീഷ്യലി എവിടെയും കണ്ടില്ല, പക്ഷേ മഹേന്ദ്ര സിംഗ് ധോനിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ആ പരസ്യത്തിനകത്ത് പറയുന്നത് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 7.99 lakhs, 8 ലക്ഷത്തിന് താഴെയാണ് ഈ കൂപ്പേ ഡിസൈൻ ഇന്ത്യയിൽ അവർ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബസാൾട്ടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ള തിരുവനന്തപുരത്തുള്ള സിത്രോയിൻ്റെ ഷോറൂമിലാണുള്ളത്.
അപ്പം നിങ്ങൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നമ്പേഴ്സ് താഴെ കൊടുത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് സിട്രോൻ വിദേശ രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ, ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് എഴുതുക. കൂപ്പേ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുക. അതുപോലെ തന്നെ നമുക്ക് ഒരു റിക്വസ്റ്റ് കൂടെ, നമ്മുടെ യൂട്യൂബ് പേജിൻ്റെ കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ 1 ലക്ഷം ആയതുകൊണ്ട് വളരെ കുറച്ച് ഫോളോവേഴ്സ് കൂടെ മതി. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം ടോപ്പ് മൈ ഷോ.